ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ഗോൾ ആക്സസിൻ്റെ ഫസ്റ്റ് എന്താണ് SLCയുടെ വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യം തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയണ്ടേ പഠിക്കാനായിട്ട്. ഇപ്പോൾ ടെക്സ്റ്റും ഒക്കെ മാറിയിട്ടുണ്ട്. അതായത് ഞാൻ പഠിച്ച സിലബസ് ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വർഷം മുതൽ പുതിയ കാര്യങ്ങളും കുറച്ചെന്താണ് ക്വസ്റ്റ്യൻ പാറ്റേണിന് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മളിതിലൂടെ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സിലബസൊക്കെ നമുക്ക് നോക്കാം. ഞാൻ പറയുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. ഓക്കെ, സയൻസ് സബ്ജക്റ്റ് 4 ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അതിൻ്റെ സിലബസ് അതായത് പാർട്ട് 1 മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. നിങ്ങൾ ഏകദേശം അതായത് മിക്കവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കാണും 10th. ഓക്കെ, നമ്മുടെ മിനിസ്റ്റർ അദ്ദേഹം എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് സ്കൂൾ തുറക്കുമ്പോൾ കൊടുത്തു എന്നാണ് പറഞ്ഞത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും. എന്നാലും എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെയാണ്. സോ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ പഠിക്കണം എന്നൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫിസിക്സാണ് നോക്കാൻ പോകുന്നത്. ഫിസിക്സിൽ നിങ്ങൾ കണ്ടോ, ഫിസിക്സ് നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടെങ്കിലൊക്കെ നോക്കിക്കോളൂ. ഫസ്റ്റ് പേജ് ഇങ്ങനെയൊക്കെ ആയിരിക്കും, നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും. സോ പാർട്ട് 1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കൊക്കെയാണ്. നിങ്ങളുടെ സേർട്ടിൻ്റെ ഡയറക്ടറൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വായിക്കാം, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ എന്തൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ 4 ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് പാർട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും പഠിക്കാത്ത കാര്യങ്ങളാണ് ഇത് പഠിക്കുന്നത്. ഈ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാൻ നിങ്ങൾ ഇതുവരെയും പഠിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഓക്കെ, ഫസ്റ്റ് എന്ന് വെച്ചാൽ സൗണ്ട് ബേസ്. അതായത് നിങ്ങളുടെ ശബ്ദം കേട്ടിട്ടുണ്ടല്ലോ, അറിഞ്ഞിട്ടും കാണും. ഓക്കെ, അറിഞ്ഞിട്ടുണ്ടാകും. സോ ശബ്ദം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റിൽ പഠിക്കുന്നത്. അതായത് സൗണ്ട്സ്, പിന്നെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. ആണുങ്ങൾക്ക് ബോയ്സിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, കുറച്ച് വയറിങ്ങും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും സൗണ്ട് ബേസിൽ പഠിക്കുക. പിന്നെ പഠിക്കുന്നത് ലെൻസസ് ആണ്. ഓക്കെ, ലെൻസസ് എന്ന് വെച്ചാൽ നിങ്ങൾ വയസ്സായ അമ്മമാരെടുത്തോ അപ്പന്മാരൊക്കെ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ കയ്യിൽ ലെൻസ് കാണും. ഓക്കെ, അവരെന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അത് പിന്നെ ചില ലെൻസൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടും കാണാം. ഓക്കെ, അതും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുക, ലെൻസിൻ്റെ ചാപ്റ്റർ പഠിക്കുക. പിന്നെ അടുത്ത് പറയുന്നത് വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ. നിങ്ങൾ ഫസ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് കണ്ടോ കളേഴ്സ് ഓഫ് വിഷൻ. അതായത് ഒരു വെള്ള ലൈറ്റ് പോയിട്ട് ആ പ്രസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ റെയിൻബോ കളറായി. നിങ്ങൾ പ്രസ്സൊക്കെ കണ്ടിട്ടുണ്ടോ? അതൊക്കെ ഒരു ടോർച്ച് ലൈറ്റ് വെച്ച് നോക്കുക. ഡാർക്ക്നെസ് അത് ഇരുട്ടിലൊക്കെ വെച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെ കാണാം. കണ്ടോ അത്? പിന്നെ താഴെ കണ്ടോ ഒരു വേവ്. അതായത് നിങ്ങളുടെ തിരമാലയൊക്കെ കണ്ടിട്ടുണ്ടോ? തിരമാല കടലിൽ പോകാത്തവരായിട്ട് ആരും കാണില്ലല്ലോ. ഓക്കെ, സൗണ്ട് വേവ്സ് എന്ന് വെച്ചാൽ അറിയാലോ, തിരമാല. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ അടുത്ത ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടാണ് മുകളിലൊക്കെയുള്ള കണ്ടോ. ഇത് മാഗ്നറ്റ് ഉണ്ടോ? മാഗ്നറ്റിന് 2 പോളുണ്ട്, അറിയാമോ? സൗത്തും നോർത്തും. അതൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതും എങ്ങനെ ഇലക്ട്രിക് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള കറണ്ട് അറിയാമല്ലോ. ഓക്കെ, എല്ലാവരുടെ വീട്ടിലും കറണ്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ കറണ്ട് എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റുമായിട്ടൊക്കെ എങ്ങനെ ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഒരു കറണ്ട് മാഗ്നറ്റ് ഒരു കറണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കറണ്ടുള്ള സാധനത്തിനടുത്ത് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? ഓക്കെ, അതൊക്കെ വലിയ വിചിത്രമായ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഞെട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, നിങ്ങൾ ഇതുവരെയും കാണാത്തതും കേൾക്കാത്തതും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലൂടെ പഠിക്കുക. ഓക്കെ, താഴെ കുറച്ച് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 6 സിമ്പിളുണ്ടോ താഴെ. സർട്ടൺ ഐക്കൺസ് ആർ യൂസ്ഡ് ഇൻ ടെക്സ്റ്റ് ബുക്ക് ഫോർ കൺവീനിയൻസ്. കണ്ടോ താഴെ കണ്ടിട്ടുണ്ട് 6 സിമ്പിൾ. ഫസ്റ്റ് സിമ്പിൾ എന്ന് വെച്ചാൽ ഒരു കുട്ടി വായിക്കുന്നു അല്ലേ. വായിക്കുക? ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു. ഓക്കെ, പത്രമൊന്നും അല്ല കേട്ടോ, ടെക്സ്റ്റ് ബുക്കാണ് അത്. അപ്പം ഫർദർ റീഡിങ്. ഇപ്പോൾ ഫർദർ റീഡിങ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണും. ഞാൻ അടുത്ത പേജിൽ കാണിച്ചു തരാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണും ഈ സൈഡിൽ ആ ഒരു പിക്ചർ. അതിൽ ഈ ഒരു സിമ്പിൾ കാണണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ അവിടെ എന്തുണ്ടെന്നാണ്. ഈ ഒരു സംഭവമില്ലേ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കില്ല. എന്നാലും നിങ്ങൾ വായിച്ചു വയ്ക്കുക. ഓക്കെ, പരീക്ഷയ്ക്ക് ചെയ്യില്ല, ചോദിക്കില്ല. ഇവാലുവേഷൻ നോട്ട് പ്രിപ്പയർഡ്. ഓക്കെ, പരീക്ഷയ്ക്കൊന്നും ചോദിക്കില്ല. കുറച്ചധികം അറിയാൻ ആഗ്രഹമുള്ളവർ ത്വരയുള്ളവരും ഇത് വായിക്കുക. ഓക്കെ, അടുത്ത് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും കണ്ടു എന്തോ ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തോ സംശയം പോവുകയാണല്ലേ. അപ്പോൾ അതെന്താ പറയുന്ന ഈ 2 ഇമേജ്. അതായത് നിങ്ങളുടെ പോലെയുള്ള പിള്ളേർ ഉണ്ടല്ലോ, ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്
ഓക്കെ, എന്തൊക്കെ ആയിരിക്കും. ഓക്കെ, അതാണ് ആ 2 കാര്യങ്ങൾ. അത് 2 ടീച്ചർ കാണിച്ചിരുന്നത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, അതായത് കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങളുടെ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എന്ത് ചെയ്യും, കാണാം. ഓക്കെ, അതുമായി റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ കാണും. ഓക്കെ, അടുത്തുള്ളതുണ്ടോ, ഒരു കുട്ടിയുടെ ലാപ്പോ കമ്പ്യൂട്ടറോ എന്തോന്ന് വെച്ചാൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഏതെന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം നിങ്ങളുടെ എല്ലാ കയ്യിൽ മൊബൈൽ ഫോണൊക്കെ കാണും. ഓക്കെ, അപ്പോൾ എന്ത് വേണം, നമ്മുടെ വിരൽത്തുമ്പിലാണല്ലേ, എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യും, തരും. ഓക്കെ, അങ്ങനെ എല്ലാം തരുമെന്നൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പം ICT പോസിബിലിറ്റീസ്, അതായത് നിങ്ങൾ ടീച്ചറടുത്തൊക്കെ ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ, ഈ ഇമേജ് ഉള്ള സ്ഥലങ്ങളിൽ ഉള്ള സാധനങ്ങൾ നിങ്ങൾ ടീച്ചറടുത്ത് ചോദിക്കും. ടീച്ചർ ഇത് കാണിച്ചുകൊണ്ട് ചോദിച്ചാൽ ടീച്ചർ കാണിച്ചു തരും. കാരണം ഇത് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ള സിമ്പിളാണ്. ഓക്കെ, അത് നിങ്ങൾ ടീച്ചർ കാണിച്ചു തരാൻ ടീച്ചറിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, സോ അടുത്തതാണ് ലെറ്റർ സക്സസ്. ലെറ്റർ സക്സസ് എന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കുകളിലും കാണുന്നതാണ്. ലാസ്റ്റ് ഒരു ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ കാണും അല്ലേ. അതോടൊപ്പം തന്നെ നിങ്ങളൊരു പരീക്ഷ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, പരീക്ഷയ്ക്ക് അതൊക്കെ എന്ത് ചെയ്താൽ മതി, ചെയ്ത് പഠിച്ചുകൊണ്ടൊക്കെ പോയാൽ മതി. അതുപോലത്തെയൊക്കെ മോഡലുകളായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ്. അത് ലെറ്റർ സക്സസ് കഴിഞ്ഞ് താഴെയുള്ള സാധനമാണ് എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് എന്നാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആക്ടിവിറ്റി പോലെ ചെയ്ത് നോക്കുക. പരീക്ഷയ്ക്കൊന്നും ഉറപ്പായിട്ട് അത് വരില്ല. ഓക്കെ, ഞാൻ അടുത്ത പേജിൽ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇത് അടുത്ത പേജിൽ കണ്ടോ, എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് കണ്ടോ, പ്ലേ ആൻഡ് ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളൊക്കെ, അതൊന്നും ചോദിക്കത്തില്ല. ഓക്കെ, അടുത്ത ലെറ്റർ സക്സസിൻ്റെ സിമ്പിൾ കണ്ടോ, നിങ്ങൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് എന്ത് ചെയ്യും, ചോദിക്കുന്ന കാര്യമാണ് ഇതാ ഈ ലെറ്റർ സക്സസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് കണ്ടോ, അടുത്തൊരു മിക്ക പിക്ചേഴ്സ് ഇമേജ് ഉണ്ടോ, ഒരു കുട്ടി ലാപ്ടോപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നു കണ്ടോ. ഇത് ടീച്ചർ നിങ്ങളടുത്ത് ചോദിച്ചു. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വേവ് ഓണസ്റ്റ് എന്താണ് ടീച്ചറെ ചോദിച്ച് കാണിച്ചു തരാൻ പറഞ്ഞാൽ ടീച്ചർ കാണിച്ചു തരും. ഓക്കെ, പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ, ഇതെന്താണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ടോപ്പിക് കഴിഞ്ഞ് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ഓക്കെ, പിന്നെ ഉണ്ടോ ഒരു കുട്ടി, നിങ്ങളെപ്പോലൊരു കുട്ടി നിങ്ങളെപ്പോലത്തെ ഒരു കുട്ടി സംശയം ചോദിക്കുന്നുണ്ടോ, കണ്ടോ, ഇതെവിടെ ഇട്ടു, ഇതെന്താ നിങ്ങൾക്ക് വരുന്ന സംശയമാണ്. ഓക്കെ, പിന്നെ മുകളിലൊരു ചെറുക്കം കണ്ടോ, ന്യൂസ് പേപ്പറല്ല ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണ് അവൻ. ഓക്കെ, കണ്ടോ, ഇത് കണ്ടോ, ഇത് അവൻ കുറച്ചുകൂടെ ആകാംക്ഷയാണ്. ഓക്കെ, പഠിക്കാനുള്ള ആകാംക്ഷ കാരണം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ താഴെയുള്ള 2 നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫിസിക്സിൻ്റെ കാര്യം. ഞാൻ അടുത്ത് പറയുന്നത് കെമിസ്ട്രിയുടെ ഫ്രണ്ട് പേജൊക്കെ ഇതൊക്കെ ആയിരിക്കും. കണ്ടോ, കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫ്രണ്ട് വെച്ചിരിക്കുന്നുണ്ടോ. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ആകുമ്പോൾ അതൊക്കെ ആവില്ലേ ടീച്ചറെ എന്നൊക്കെ ചോദിക്കണം. ഓക്കെ, അതൊക്കെ തന്നെയാണ് ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാൻ പറ്റും. അതെ, കെമിസ്ട്രി അല്ല ഫിസിക്സ് കൊടുക്കാൻ പറ്റും ഇല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടോ, കെമിസ്ട്രി പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കൊക്കെയാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 ചാപ്റ്റർ നിങ്ങൾ അതിൽ ഫസ്റ്റ് 2 ചാപ്റ്റർ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് +1 +2 നിങ്ങൾ സയൻസ് എടുക്കുകയാണെങ്കിൽ എന്താണ് ആവശ്യമായിട്ടുള്ള കാര്യം, കാരണം ഇതാണ് ബേസ്. ഓക്കെ, ഇതറിയാതെ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഒന്നും പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് കെമിസ്ട്രി എന്നൊക്കെ പറയും. ഓക്കെ, അതിൻ്റെ സിമ്പിൾ ഘട്ടമാണ് നിങ്ങൾക്ക് ഇപ്പോൾ 2 ചാപ്റ്ററായി കൊടുത്തിരിക്കുന്നത്. ഒരു കോമ്പൗണ്ടിന് പേര് കൊടുക്കുക തുടങ്ങിയ കുറച്ച് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അടുത്ത് ഫസ്റ്റ് 2 ചാപ്റ്റർ അതാണ്. അടുത്ത 3rd ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ, അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് നമ്മളൊരു ആറ്റം, അതിൻ്റെ അകത്തൊരു ന്യൂട്രോൺ ഉണ്ട്, കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ന്യൂട്രോൺ, ആറ്റത്തിൻ്റെ അകത്തൊരു ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺ പ്രോട്ടോണും ഉണ്ട്. ആറ്റത്തിന് അതായത് ന്യൂക്ലിയസ് ചുറ്റും ആര് കറങ്ങുന്നു, ഇലക്ട്രോൺ കറങ്ങുന്നു അല്ലേ. അതുപോലെയൊക്കെ കാര്യങ്ങൾ, അതായത് ഇലക്ട്രോൺ തുടങ്ങിയ ഇലക്ട്രോണൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും. പിന്നെ പീരിയോഡിക് ടേബിൾ ആണെങ്കിൽ നിങ്ങളുടെ അപ്പന്മാരും മാമിമാരും വരും കേട്ടോ. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് സാധനങ്ങൾ. അതിനെ അടുക്കി പറക്കി ഒരു ടേബിളിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ് എന്ത് പീരിയോഡിക് ടേബിൾ എന്ന് പറയും. ഓക്കെ, പിന്നെ അടുത്ത് പറഞ്ഞ ഗ്യാസ് ലോസും മോൾ കോൺസെപ്റ്റും. ഗ്യാസ് ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് എന്താണെന്ന് അറിയാമല്ലോ, വീട്ടിലടുപ്പത്ത് വയ്ക്കുന്ന ഗ്യാസ് അല്ല ഉദ്ദേശിച്ചത്, സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, അറിയാമല്ലോ. അപ്പോൾ ഗ്യാസ് ലോസ് എന്ന് വെച്ചാൽ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ, ഓരോ പദാർത്ഥങ്ങൾ, അതായത് ആറ്റം പോലെയുള്ള സാധനങ്ങൾ കൂടി ചേരുന്ന മോളിക്യൂൾ വരിക. ഓക്കെ, അപ്പോൾ ഗ്യാസ് ലോസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്യാസിഷ്യസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒബീ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വോളിയം, പ്രഷർ തുടങ്ങിയ സാധനമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, പിന്നെ ടെമ്പറേച്ചർ കേട്ടോ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെയാണ് ഗ്യാസ് ലോസ് എന്ന് പറയും. ഓക്കെ, താഴെ കണ്ടോ കുറേ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാം കേട്ടോ. ഈ ഫാദർ റീഡിങ്ങൊന്നും നിങ്ങൾ അധികം വായിക്കേണ്ട ആവശ്യമില്ല. എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് നിങ്ങൾ തൊട്ടേ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അടുത്തുള്ള ബയോളജി. എനിക്ക് അതായത് ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഇറങ്ങിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുക ബയോളജിയാണ്. കാരണം നല്ല ഭംഗിയാണ് കേട്ടോ അവർ ഉണ്ടാക്കുന്ന ടെക്സ്റ്റൊക്കെ.
അതായത് ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഫസ്റ്റ് പേജ് എന്ന് വെച്ചാൽ ചാപ്റ്ററിനെ കുറിച്ചിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിക്ചറൊക്കെ നല്ല ഭംഗിയാണ്. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു അത്. അപ്പോൾ ബയോളജി ടെക്സ്റ്റ് പാർട്ട് 1. ഓക്കെ, ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഓക്കെ, ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ജെനറ്റിക്സ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ കുറച്ച് എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചേർന്നാണ് ഒരു ജീവൻ വരുന്നതെന്നൊക്കെ അറിയണ്ടേ? ഓക്കെ, ഒരു കുഞ്ഞുണ്ടാവുന്നത് എങ്ങനെയാണ്? ഓക്കെ, അതൊക്കെ അറിയണ്ടേ? അതൊക്കെയാണ് ഇത് പറഞ്ഞു തരുന്നത്. അടുത്ത പാർട്സ് ഓഫ് എവല്യൂഷൻ. പാർട്ട് ഓഫ് എവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ആരെ പോലെ ഇരിക്കുന്ന പറയുന്നത് അച്ഛനമ്മയെ പോലെയൊക്കെ തന്നെയാണ്, പക്ഷെ കുരങ്ങന്മാരുടെ രൂപമുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, നമ്മളെല്ലാവരും. കാരണം അവരുടെ എവല്യൂഷൻ, അതായത് അവരിൽ ഓരോ മാറ്റങ്ങളുണ്ടായാണ് മനുഷ്യൻ എന്നുള്ള സാധനം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എവല്യൂഷൻ, അതായത് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയാം. അടുത്ത ബിഹൈൻഡ് സെൻസേഷൻസ്, അതായത് നമ്മൾ ഒരാളെ കടിക്കുകയോ അല്ലെങ്കിൽ തൊടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയൂലേ, അത് എന്തുകൊണ്ടാണ്? സെൻസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സെൻസിറ്റിവിറ്റി വേണം. ഓക്കെ, സെൻസിറ്റിവിറ്റി വേണം. നമ്മളീ ഡയലോഗ് അറിയും. ഓക്കെ, അപ്പോൾ സെൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിതൊക്കെ അറിയുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ ഏതൊക്കെ സ്കിന്നൊക്കെ അതിനായിട്ട് ഏറ്റവും വലിയ സംഭവമാണ് സ്കിൻ കേട്ടോ, സെൻസൊക്കെ ഉള്ള. സെൻസിൽ നമ്മളൊക്കെ ആരാ? ഒരു വികാരം ഇല്ല. ഓക്കെ, നിങ്ങളിപ്പോൾ തീരെ കൈ വെച്ചു. ഓക്കെ, ഹായ് പൊള്ളുന്നു എന്നുള്ള സെൻസ് ഉള്ളത് കൊണ്ടാണ് ഓക്കെ നമ്മൾ അറിയുന്നത് പൊള്ളി. ഓക്കെ, പൊള്ളിയില്ലെങ്കിൽ എന്താണ്? നമ്മളിങ്ങനെ വെച്ചോണ്ട് തന്നെ ഇരിക്കും, അത് കത്തിക്കൊണ്ടിരിക്കും, നമുക്കൊരു വികാരവും ഇല്ല. ഓക്കെ, അടുത്ത കുറച്ച് സിമ്പിൾസാണ്. ഏതൊക്കെ കണ്ടോ? നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പക്ഷേ കുറച്ച് സിമ്പിൾസിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ബയോളജി ആയതുകൊണ്ട് അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മരവും കുട്ടികളും ചെടിയും പൂവും പുഷ്പവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് കണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. എൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ നല്ല ഭംഗിയായിട്ടുണ്ട്, കളർഫുൾ. പിന്നെ ഇനി കണ്ടോ, നിങ്ങൾ ഡയഗ്രാംസ് ഒക്കെ വലുതാണ് കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ. ആ കണ്ണിൻ്റെ ഇമേജാണ് നിങ്ങൾ അതിലുള്ളത്. കണ്ടോ, അതൊക്കെ വലുതാണ്. ഓക്കെ, എനിക്കപ്പോൾ നല്ലതായിട്ട് പഠിക്കാനൊക്കെ പറ്റും. അടുത്ത് നമ്മുടെ എല്ലാവരുടെയും എന്നല്ല, എന്നാൽ ഏറെ ഉപരിയും ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രശ്നമാണ് മാത്സ് അല്ലേ. അപ്പോൾ നമുക്ക് പഠിച്ച് സെറ്റാക്കാം. ഓക്കെ, നമ്മൾ ഓരോ ചാപ്റ്റർ വൈസൊക്കെ വീഡിയോസൊക്കെ ഇടും, അതൊക്കെ നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അതൊക്കെ സെറ്റാക്കി തരാം. ഓക്കെ, അപ്പോൾ മാത്സ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൻ്റെ കവർ പേജൊക്കെ കണ്ടോ? സെറ്റാണ്. നിങ്ങൾ കണ്ടിരിക്കും മറ്റേത് കണ്ടോ? ഏത് സാധനം നമ്മുടെ എവിടെയൊക്കെ പോകും? ഇവിടെ മറ്റേ കാർണിവലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ഇതൊക്കെ നടക്കുന്ന മേളകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ല ഒരു വീൽ, ജൈൻറ്റ് വീൽ എന്നൊക്കെ എന്തായാലും പറയണം. ഓക്കെ, അത് കറങ്ങും, അതിൽ വരെ മാത്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ രാവിലെ എണീക്കുന്നു, അതിലൊരു മാത്സ് ഉണ്ട്, അറിയാമോ? നിങ്ങൾ സമയം നോക്കിയാണ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ അതിൽ നമ്പറുണ്ട്, അതൊരു മാത്സാണ്. ഓക്കെ ഓക്കെ, ഞാൻ വലിച്ച കോമഡികൾ അടിക്കുന്നില്ല, അടുത്തിലേക്ക് കിടക്കാം. സോ മാത്സിലെ പാർട്ട് 1 എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, അധികമായി നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ സെപ്പറേറ്റ് വീഡിയോസൊക്കെ ഇട്ടിടും കേട്ടോ. പാടുള്ള എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക, നമ്മളങ്ങ് പറഞ്ഞു തരും. ഓക്കെ, അടുത്ത വീഡിയോ ഇട്ടെങ്കിലും പറഞ്ഞു തരാം. ഓക്കെ, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡൗട്ട് ക്ലിയർ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്, അത് ഫോളോ ചെയ്ത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അതിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ അയച്ചു തരും കേട്ടോ. ഫസ്റ്റ് എന്ന് വെച്ചാൽ അടുത്ത സീക്വൻസ്, അതായത് സീക്വൻസ് എന്ന് വെച്ചാൽ 1, 3, 5, 7 ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 2. അതായത് സീക്വൻസ് ആയിട്ട് പോകും, അതായത് എന്താണ് കോമയിട്ട് പോകുന്ന നമ്പർ സീക്വൻസ് എന്ന് പറയും. ഓക്കെ, അടുത്ത സർക്കിളും ആംഗിൾസ്. സർക്കിൾ എന്ന് വെച്ചാൽ അറിയാമല്ലോ അല്ലേ? സർക്കിൾ അറിയാമല്ലോ എല്ലാവർക്കും. ഓക്കെ, പിന്നെ ആംഗിൾസ് എന്ന് വെച്ചാലും അറിയാം. സർക്കിൾ ഓക്കെ, ഒരു സംഭവത്തിൻ്റെ ഇടയിലുണ്ടാകും, അതായത് എന്തെങ്കിലും സംഭവത്തിൻ്റെ ഇടയിലോട്ട് ആംഗിൾ ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ 2 വരകൾ ഒരുമിച്ച് കൂട്ടിച്ചേർന്നു, അവിടെ ഒരു ആംഗിൾ ഉണ്ടാകും. ഓക്കെ, അടുത്ത സീക്വൻസും ആൾജിബ്രയും. അടുത്ത സീക്വൻസ് പിന്നെയും വന്നു. പിന്നെ ആൾജിബ്ര എന്ന് വെച്ചാൽ എക്സ് വൈ ഇസഡ് തുടങ്ങിയ സാധനങ്ങൾ വെച്ചുള്ള കളികളാണ്. ഓക്കെ, ഇതാണ് ആൾജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രോബബിലിറ്റി നമ്മൾ അല്ലാത്ത രീതിയിൽ പറയും. ഇപ്പോൾ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരു പെട്ടിയിൽ 5 ബോളുണ്ട്, 5 ചുവപ്പ് ബോളും 2 കറുത്ത ബോളും. 5 ചുവപ്പ് ബോളും 2 കറുത്ത ബോളും ഉണ്ടെങ്കിൽ ചുവപ്പ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്ര എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ടോട്ടൽ ആ പെട്ടിക്കകത്ത് എത്ര എണ്ണം ഉണ്ട്? 5ഉം 2ഉം അല്ലേ? 5 ചുവപ്പ് ബോൾ 2 കറുത്ത ബോൾ, അപ്പോൾ എത്ര? 9. അതിൽ ചുവപ്പ് ബോൾ എത്ര എണ്ണം കിട്ടാം? 5 ചുവപ്പ് ബോൾ ഇല്ലേ? അപ്പോൾ 5 എത്ര? 9. കാരണം 9ൽ എത്ര എണ്ണം? 9 എന്നാണ് ടോട്ടൽ ബോൾസ് ഒക്കെ അതിലുള്ളത്. അതിൽ 5 എണ്ണം ചുവപ്പാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണോ ചുവപ്പ് ബോൾ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ എത്രയാണ്? 5.
ഓക്കെ 5/9. ഓക്കെ, ഇതിപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് വട്ടായി കാണും, പറഞ്ഞു തരാം. ഓക്കെ, സമയം തെട്ട്. അടുത്ത സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ, ഇതൊരു വലിയൊരു ഇക്വേഷനാണ്, നിങ്ങൾ കേട്ട് പഠിക്കേണ്ട. ഇതും നമ്മളപ്പോൾ കാണിച്ചു വേണം, ഞാൻ പറഞ്ഞുതരാം. x = -b + -√b² - 4ac/2 എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ കാണിക്കുന്നതായിരിക്കും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ഇത് ഈ ഇക്വേഷനെ കുറിച്ച് കുറച്ച് കാര്യം കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. അടുത്ത ട്രിഗണോമെട്രി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സൈന്, കോസ്, ഇത് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നതൊക്കെയാണ്. ഓക്കെ, കോർഡിനേറ്റ്സ് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നത്. ഇതിൽ മിക്കതും നിങ്ങൾ പുതിയതായിട്ട് തന്നെയാണ് പഠിക്കുന്നത്. സർക്കിൾസൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും, അതുപോലെ ആംഗിൾസൊക്കെ. ഓക്കെ, കോർഡിനേറ്റ്സൊക്കെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് പഠിക്കുക. കോർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ ഒരു ഗ്രാഫ് പോലുള്ള സാധനമാണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എക്സും വൈയും ഏത് പോയിൻ്റാണ് കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, ട്രിഗണോമെട്രി എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു ഇക്വേഷൻ്റെ ചാർട്ട്സ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ സമയം നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണിച്ചു തരാം. ഓക്കെ, വീഡിയോസിൽ. അപ്പോൾ അതൊന്ന് പഠിക്കുക, അല്ലെങ്കിൽ എഴുതിയെടുത്താൽ മാത്രമേ പഠിക്കണമല്ലോ. അപ്പോൾ അത് സെറ്റാക്കി നിങ്ങളുടെ ട്രിഗണോമെട്രി പെർഫെക്റ്റാണ്. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് താഴെ കാര്യങ്ങളുണ്ട്. ഇതിൽ ലെറ്റ്സ് ഡു പ്രോബ്ലംസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, തലച്ചോറിൻ്റെ അകത്ത് എന്തായിരിക്കുന്നത്, ബ്രെയിനാണ് കേട്ടോ. ആ വരുന്ന സംഭവങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇത് എല്ലാ ടോപ്പിക് കഴിഞ്ഞും കുറേ ക്വസ്റ്റ്യൻ, അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവങ്ങൾ. ഇത്രയും നിങ്ങൾ പഠിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ സയൻസ് വിഷയം സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ നമ്മളെന്ത് ചെയ്യുക, വീഡിയോ ഒക്കെ സപ്പോർട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. എല്ലാവരും പിള്ളേർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ. നമ്മൾ സിമ്പിൾ നോട്ട്സൊക്കെ തരത്തുള്ളൂ. അടുത്ത ഡേ തൊട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. അടുത്ത ഡേ എന്ന് വെച്ചാൽ എന്താണ്, ഒരു 2 ദിവസത്തിലൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ വെച്ചൊന്ന് സെറ്റായിട്ടിരിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ കാണിച്ചത്. ഇനി അടുത്തതുപോലെ തന്നെ +1 +2 നിങ്ങൾ ചേച്ചിമാർ ചേട്ടന്മാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെയും സിലബസസ് വരും കേട്ടോ. സയൻസ്, അത് ഫിസിക്സിന് മേജറായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഫിസിക്സാണ് കേട്ടോ, +1 +2. അപ്പോൾ അതിൻ്റെ സബ്ജക്ട്സും അതിൻ്റെ കുറച്ച് വീഡിയോ സിലബസൊക്കെ ഉണ്ടല്ലോ. അപ്പം 10 കഴിഞ്ഞ് നിങ്ങൾ +1 അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സയൻസ് ഏതൊക്കെ കോമ്പിനേഷൻസൊക്കെ വേണമെന്നൊക്കെ അറിയണ്ടേ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അത് കേൾക്കണം കേട്ടോ. അടുത്ത വർഷം നിങ്ങളും +1 +2 പോകേണ്ടതാണ്. ഓക്കെ, സോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി എന്ത് ചെയ്യുക. ഓക്കെ, ബൈ.